ദുൽഹിജ്ജ 18-നാണ് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വഫാത്താകുന്നത്. മാത്രമല്ല വെള്ളിയാഴ്ച രാവിലായിരുന്നു അദ്ദേഹം വഫാത്തായിട്ടുള്ളത്. 82 വയസ്സായിരുന്നു അദ്ദേഹത്തിന് വഫാത്താകുമ്പോൾ ഉണ്ടായിരുന്നത്. സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹു ആണ് മയ്യത്ത് നിസ്കരിച്ചത്. ജന്നത്തുൽ ബഖയിൽ ആണ് അദ്ദേഹത്തിനെ മറവ് ചെയ്തിട്ടുള്ളത്. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ധാരാളം സ്നേഹിച്ചിട്ടുണ്ട്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെയും വല്ലാത്ത ഇഷ്ടമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മകളായ റുഖിയ ബീവിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യം ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് വിവാഹം ചെയ്തു കൊടുത്തു. അങ്ങനെ റുഖിയ ബീവി വഫാത്തായതിനു ശേഷം രണ്ടാമത്തെ മകൾ അഥവാ ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹയെ പിന്നീട് വിവാഹം ചെയ്തു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വലിയ പരിഗണന കൊടുത്തിട്ടുണ്ടായിരുന്നു ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയും ചെയ്തു, ലികുല്ലി നബിയിൻ റഫീഖ്, എല്ലാ നബിക്കും ഒരു കൂട്ടുകാരനുണ്ട് സ്വർഗത്തിൽ. വ റഫീഖി ഫിൽ ജന്നത്തി ഉസ്മാൻ, എൻ്റെ സ്വർഗത്തിലെ കൂട്ടുകാരൻ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വർഗത്തിലെ കൂട്ടുകാരനാണ് ആര്? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ നേരെ മുമ്പിലായിരുന്നു ഇരുത്താറുള്ളത്. വലത് ഭാഗത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും ഇടത് ഭാഗത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെയും മുൻഭാഗത്ത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെയാണ് ഇരുത്താറുള്ളത്. അപ്പോൾ വലിയ പരിഗണന അദ്ദേഹത്തിന് കൊടുക്കാറുണ്ടായിരുന്നു. മാത്രമല്ല ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്, ദുആ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അല്ലാഹുമ്മ ഉസ്മാന റളീതു അൻഹു ഫർള അൻഹു എന്ന് ദുആ ചെയ്തിട്ടുണ്ട്. അല്ലാഹുവേ, ഉസ്മാനെ ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു, നീയും തൃപ്തിപ്പെടണമേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല വലിയ അംഗീകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് കൊടുത്തിട്ടുണ്ട്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും ഉമർ റളിയല്ലാഹു അൻഹുവിനെയൊക്കെ ആദരിച്ചു. ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ഐന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, എവിടെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം എഴുന്നേറ്റ് ചെന്ന് പറഞ്ഞു, ഞാനിവിടെ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു, അടുത്തേക്ക് വരാൻ പറഞ്ഞു. അങ്ങനെ അടുത്തേക്ക് ചെന്നു ഉസ്മാൻ റളിയല്ലാഹു അൻഹു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തിനെ നെഞ്ചിലേക്ക് ചേർത്തി പിടിച്ചു, അനച്ചുകൂട്ടി. അങ്ങനെ മാത്രമല്ല ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കണ്ണുകൾക്കിടയിൽ ചുംബിക്കുകയും ചെയ്തു എന്ന് അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് ഒഴുകുന്നത് ഞാൻ കണ്ടു എന്ന് അനസ് റളിയല്ലാഹു അൻഹു പറയാൻ. അപ്പോൾ ഭയങ്കര ബന്ധമായിരുന്നു ഉസ്മാൻ റളിയല്ലാഹു അൻഹുവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും. അപ്പോൾ വലിയ മഹത്വമുള്ളവരാണ്
ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അവരെ നമ്മൾ സ്നേഹിക്കണം. അവരെ ഒരുപാട് മാതൃകകളുണ്ട്. നല്ല മാതൃകപരമായി ജീവിച്ച മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. അവരെ നമ്മൾ മാതൃകയാക്കേണ്ടതുണ്ട്. നല്ല സൽ സ്വഭാവമുള്ളവരായിരുന്നു മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഖുർആൻ മനഃപ്പാഠമാക്കിയവരാണ്. മാത്രമല്ല അദ്ദേഹം ഒരു വ്യാഴാഴ്ച ഖുർആൻ തുടങ്ങി അടുത്ത വ്യാഴാഴ്ചയാവുമ്പോഴേക്ക് ഖുർആൻ ഒരു ഖത്മ് തീർക്കാറുണ്ടായിരുന്നു എന്നാണ്. ആഴ്ചയിൽ ഒരു ഖത്മ് അദ്ദേഹം ഓതാറുണ്ടായിരുന്നു എന്ന്. മാത്രമല്ല ഇസ്ലാമിന് വേണ്ടി വലിയ സഹായം അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഇസ്ലാമിന് വേണ്ടി ധാരാളം സമ്പത്ത് അദ്ദേഹം ചെലവഴിച്ചിട്ടുണ്ട്. 34-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നത്. അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാരണമായിട്ടാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കാരണമായാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത്. അങ്ങനെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വന്നപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് അദ്ദേഹത്തിനെ കെട്ടിയിട്ട് ശിക്ഷിച്ചിട്ടുണ്ടായിരുന്നു. മാത്രമല്ല പുകയിട്ട് ശിക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഒരുപാട് പരീക്ഷണങ്ങൾ, ഒരുപാട് ശിക്ഷകൾ ഏൽക്കേണ്ടി വന്നിട്ടുണ്ട് ഉസ്മാൻ റളിയല്ലാഹു അൻഹു. മുസ്ലിം ആയതിൻ്റെ പേരിൽ, ഇസ്ലാം സ്വീകരിച്ചതിൻ്റെ പേരിൽ ഒരുപാട് പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നവരാണ് മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു. ഇസ്ലാമിന് വേണ്ടി ധാരാളം സമ്പത്ത് ചെലവഴിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്ലാമിന് വേണ്ടി ഇസ്ലാമിൻ്റെ പള്ളിയും അതുപോലെ ദീനീ കാര്യങ്ങൾക്ക് വേണ്ടി ചോദിക്കുമ്പോഴൊക്കെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ധാരാളം സമ്പത്ത് ഇസ്ലാമിന് വേണ്ടി കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല 3-ാമത്തെ ഖലീഫയായിരുന്നല്ലോ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അങ്ങേയറ്റം അദ്ദേഹം സ്നേഹിച്ചിരുന്നു. മാത്രമല്ല ഇബാദത്തിലും വലിയ ശ്രദ്ധയുള്ളവരായിരുന്നു ഉസ്മാൻ റളിയല്ലാഹു അൻഹു. പകൽ നോമ്പെടുക്കും, രാത്രി നിസ്കരിക്കും. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇബാദത്ത്. മാത്രമല്ല ഖുർആൻ പാരായണത്തിൽ വലിയ ശ്രദ്ധ ഉള്ളവരായിരുന്നു ഉസ്മാൻ റളിയല്ലാഹു അൻഹു. അദ്ദേഹം വഫാത്താകുന്ന സമയത്ത് പോലും, ഷഹീദാകുന്ന സമയത്ത് പോലും അദ്ദേഹം ഖുർആൻ പാരായണത്തിലായിരുന്നു എന്നാണ്. ഇങ്ങനെ നല്ല മാതൃകയാക്കാൻ പറ്റിയ ഒരുപാട് സ്വഭാവമുള്ളവരായിരുന്നു ഉസ്മാൻ റളിയല്ലാഹു അൻഹു. മാത്രമല്ല നല്ല ഭർത്താവായിരുന്നു ഉസ്മാൻ റളിയല്ലാഹു അൻഹു. ഇങ്ങനെ ഒരുപാട് മഹത്വങ്ങൾ ഉള്ളവരാണ് മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിനെ നമ്മൾ സ്നേഹിക്കണം. അദ്ദേഹത്തിൻ്റെ ജീവിതം നമുക്ക് മാതൃകയാക്കാനുണ്ട്. ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിൻ്റെ നല്ല മാതൃകകളൊക്കെ ജീവിതത്തിൽ കൊണ്ടുവരാൻ നമുക്കും അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഖബറിൻ്റെ അടുത്ത് നിന്നാൽ താടി നനയുമായിരുന്നു എന്നാണ്. ആ രൂപത്തിൽ അദ്ദേഹം കരയാറുണ്ടായിരുന്നു. അദ്ദേഹം ഖബറിൻ്റെ അടുത്ത് നിന്നാൽ അദ്ദേഹം കരയും. എന്നിട്ടോ താടി അത് നനഞ്ഞു പോകുമായിരുന്നു. അത്രയും വലിയ ഭയഭക്തി ഉള്ളവരായിരുന്നു മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു എന്ന്. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മഹാനോടുകൂടെ സ്വർഗത്തിലൊരുമിച്ച് കൂടാൻ നമുക്കും കുടുംബത്തിനൊക്കെ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.